ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ഇത് തൊമ്മൻകുത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യണമെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിലും ഈ കടകളുടെ മുൻപിലും ഒക്കെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു നല്ല സുന്ദര പ്രദേശമാണ്, നല്ല ഭൂപ്രകൃതിയാണ്. ഈ നിൽക്കുന്നത് കണ്ട, ഇത് തൊമ്മൻകുത്ത് കാണാൻ വേണ്ടിയിട്ട്, മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ കൗണ്ടറിൽ നിന്നും ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങാം. ഇത് തൊട്ടപ്പുറത്ത് കടയുണ്ട്. അവിടുന്ന് വെള്ളക്കുപ്പിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കടലയോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം. എന്നിട്ട് നമ്മുടെ യാത്ര ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. പിന്നെ ഇവിടെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. ആ പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്രൈസ് ലിസ്റ്റ് കണ്ട. 1 ഡേ ട്രെക്കിങ്, അതുപോലെ ട്രെക്കിങ്ങിൻ്റെ, അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രെക്കിംഗ് ചാർജസ്. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ചാർജുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാർജിങ് എങ്ങനെയാണെന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണും. ഇതാണ് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ നമ്മൾ കാണുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇടതുവശത്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ വലതുവശത്തുമുണ്ട്. ഈ വഴി പോകുന്നത് ഇടതുവശത്തുള്ള കുന്നിൻ്റെ താഴ്വാരത്തിൽ കൂടിയാണ്. വലതുവശത്ത് പുഴയാണ് ഒഴുകുന്നത്, അതിൻ്റെ മുകളിലേക്കും കുന്നാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 2 കുന്നുകളുടെ ഇടയിൽ ഒരു അടിവാരം, അതിലെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ചെറിയൊരു അരുവി കണ്ടു. അരുവി നമ്മുടെ ഇടതുവശത്തു നിന്നാണ് വരുന്നത്. ആ അരുവിയിലെ വെള്ളം നല്ല തണുത്ത വെള്ളമാണ്. കണ്ട, ആൾക്കാർക്കൊക്കെ ആ വെള്ളം കണ്ടപ്പം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്ര ദൂരെ നിന്നൊക്കെ നടന്നു വരുമ്പം കയ്യോ മുഖമോ ഒക്കെ ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ ഈ അരുവിയിൽ നമുക്ക് കഴുകാം. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുകൂടാതെ നല്ല തണുത്ത കാറ്റും തണുത്ത വെള്ളവും അതുപോലെ തന്നെ പച്ചിലപ്പും അതുപോലെ നല്ല കാലാവസ്ഥയും ഇതെല്ലാം കൂടെ ഇണങ്ങിച്ചേരുമ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര, ഇന്നിവിടെ യാത്ര ചെയ്യുന്നവർക്കും നല്ലൊരു ദിവസം തന്നെയാണ്. ഇന്ന് കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മഴയില്ല എന്നുള്ളതാണ്. അവരങ്ങനെ ആ പാലത്തെ തന്നെ നിന്ന് ആസ്വദിക്കുകയാണ്. പാലമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താഴെ കാണുന്നത് പുഴയാണ് കേട്ടോ. അത് പുഴ അവിടെ കല്ലിലും മുള്ളിലും ഒക്കെ തട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചിലപ്പും ചെറിയ കിളികളുടെ ആരവവും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ഇതുപോലെ ഇരുമ്പ് കൊണ്ടുള്ള വേലിക്കെട്ടുണ്ട്. അപ്പം അതിൽ പിടിച്ചും നമുക്ക് നടക്കാം. അപ്പം അങ്ങനെ നടന്ന് നമുക്ക് നമ്മുടെ ഈ യാത്രയെ എത്ര മനോഹരമാക്കാവോ അത്രയും മനോഹരമാക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ കൂടുതൽ വേഗത്തിലോ സ്പീഡിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം സമയമാണ്. ആ സമയം അനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇത് മുകളിലേക്കൊരു വഴി കാണുന്നുണ്ടല്ലോ, അത് ഫോറസ്റ്റുകാർ താമസിക്കുന്ന അവരുടെ ഒരു കെട്ടിടമാണ്. കണ്ടോ, ഇങ്ങനെ ഈ യാത്ര
അതിമനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാലാവസ്ഥ തന്നെ വേണം. അല്ലെങ്കിൽ സൂര്യൻ നമുക്ക് സൂര്യകിരണങ്ങൾ വരുന്ന കണ്ട അത് വന്ന് വീഴുന്ന ഈ പച്ചിലകളൊക്കെ ഇന്ന് സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ മഴത്തുള്ളി പോലെ കാറ്റ് വീശുമ്പോൾ ഇത് നമ്മുടെ മുകളിലേക്കും വീഴാറുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഒരു മരം കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ആ മരത്തേക്ക് ഒന്ന് നോക്കിക്കേ, അതിൻ്റെ ചുവട് എത്ര വലുതാണെന്ന് നോക്കി. ഒരു 100 ഇഞ്ച് വണ്ണമെങ്കിലും അതിനുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു 150 അടി പൊക്കവും ഇതിനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കണ്ടോ സൂര്യകിരണങ്ങൾ നമ്മളെ തേടി എത്തുന്നുണ്ട്. കണ്ട ആ മരത്തിൻ്റെ ചുവട് നോക്കിക്കേ, അതിൻ്റെ വേരുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഇവിടെ ആൾക്കാരൊക്കെ കൂടാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേനും ആൾക്കാരൊക്കെ എണീറ്റ് പോയി. അവർ ആണാ പോകുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പുഴയുടെ വേറൊരു ഭാഗം. അതിങ്ങനെ മന്ദമായിട്ട് ഒഴുകുന്നു. ഇവിടെ കണ്ടാൽ വളരെ ശാന്തനാണ്. യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് അത് പോകുന്നത്. പക്ഷേ ഈ തൊമ്മൻകുത്തിൽ ഒരു 6-7 ജീവനെങ്കിലും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടു, അതുപോലെ തൊമ്മൻകുത്തെന്ന് പേരെങ്ങനെയുണ്ടായി എന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. തൊമ്മൻകുത്തിൻ്റെ പേര് ഒരു 2 കാരണങ്ങൾ ഇതിന് പറയാറുണ്ട്. ഒരാൾ ഇക്കരയിൽ നിന്നും അക്കരയ്ക്ക് പുഴ നടന്നു കിടക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കമുണ്ടാവുകയോ എന്തോ ചെയ്തു, അവർ വെള്ളത്തിൽ പെട്ടുപോയി. അങ്ങനെ അവരാ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് തൊമ്മച്ചൻ. അപ്പം അങ്ങനെ തൊമ്മൻകുത്തെന്നുള്ള പേര് വന്നു എന്നും പറയാറുണ്ട്. പിന്നെ മറ്റൊരു ഐതിഹ്യവും പറയാറുണ്ട്. വേറെ ഒരു സെയിം പേരുകാരൻ ഇതുപോലെ തൻ്റെ കന്നുകാലികളെ അന്വേഷിച്ച് ഈ ഭാഗത്തോടെയൊക്കെ നടന്നു നീങ്ങിയപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഈ തൊമ്മൻകുത്ത്. ഇതാണ് ആ കുത്ത്. തൊമ്മൻകുത്തെന്ന് പറയുന്ന ആ സ്ഥലം യഥാർത്ഥത്തിൽ ആദ്യത്തെ കുത്താണിത്. ഇവിടെ കണ്ടോ ആ മഴവെള്ളം കല്ലെ തട്ടിയിട്ട് ആവി പോലെ പറക്കുന്ന ഭാഗം. ഇത് കഴിഞ്ഞ് താഴേക്ക് ഒരു വലിയ അള്ളുണ്ട്. വെള്ളം ആ അള്ളിക്കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ആ അള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ആൾക്കാർ ആരെങ്കിലും തെന്നി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് വരിക വിഷമമാണ്. കാരണം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും അതുപോലെ തന്നെ അത് അള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം അത് അള്ളിൽ കിടന്ന് വിഷമിക്കും. അതല്ലാതെ പുറത്തേക്ക് വരികയില്ല. അതാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ മരിക്കാനുണ്ടായ കാരണം. ഇവിടെ തന്നെയല്ല, മുകളിലൊരു 7 നില കുത്തുണ്ട്. ആ കുത്തിലും ഇതുപോലെ ആൾക്കാർ. ഞാനേ ഇവിടുത്തെ സാറിനോടൊന്ന് ചോദിക്കാം. ഈ കുത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പറയും. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ വന്ന് നിൽക്കുന്നത് ഇത് 7 നിലക്കുത്ത് വെള്ളച്ചാട്ടം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ 5-6 വെള്ളച്ചാട്ടോടെ ഉണ്ട്. അങ്ങോട്ട് വേനക്ക് ഗൈഡിനോടൊപ്പം നടന്ന് ട്രെക്കിംഗ് ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടം വരെയാണ് എൻട്രി ഉള്ളത്. ഇവിടെ ആന വരുന്ന ഏരിയ വല്ലതും ഉണ്ടോ? ആന വരാറുണ്ട്. ആന പകൽ വരാറില്ല, രാത്രിയിൽ വരാറുണ്ട്. രാത്രിയിൽ ഒന്ന് മോണിറ്റർ ഷെഡൊക്കെ കഴിഞ്ഞ വർഷം വന്ന് കളഞ്ഞായിരുന്നു. പിന്നെ താഴെ വന്നിട്ടുണ്ട്. ഈ ഈറ്റയുള്ള കാരണമാണ് ഇവിടെ ആന ഇങ്ങനെ വരുന്നത്. ഈറ്റയൊക്കെ ഇങ്ങനെ തളുത്ത് വരുമ്പം ആന വരാറുണ്ട്. ആന നല്ല വേനക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ വേനക്കാണ് കൂടുതലും. വേനക്ക് വെള്ളത്തിൻ്റെതായ ക്ഷാമം വരുമ്പോഴാണ് കൂടുതലും ആന വരുന്നത്. ഇത് കുളമാവ് ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന വനമാണ്. ആന കൂട്ടമായിട്ട് എത്താറുണ്ടോ? ആ കൂട്ടമായിട്ട് വരാറുണ്ട്. പാൽക്കുളമേട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ പുഴയുടെ ഉത്ഭവം. ഇത് ഒഴുകി കാളിയാറ്റിൽ ചെന്ന് മൂവാറ്റുപുഴയാറിൽ ചെന്ന് പോകുന്നു. അപ്പോൾ ശരി സാർ, ഇത്രയും പറഞ്ഞതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. സാറ് പറഞ്ഞത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് 7 നിലക്കുത്ത്. ഇതാണ് ആ 7 നിലക്കുത്ത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ട ഇങ്ങനെ കരിങ്കല്ല് കൊത്തി വെച്ച കണക്കാണ് വെള്ളം ഒഴുകി അത് തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 7 നിലക്കുത്ത് എന്ന് പറയുന്നത്.
ഇവിടെയും ആൾക്കാർ പോയി മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഭൂപ്രദേശമാണിത്. നല്ല ഭംഗിയാണ്, ചെന്നാൽ ആരെയും ആകർഷിക്കും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ തീരാറായിട്ടുണ്ട്. ഇത് 7 നില ഇവിടം വരെ നമുക്ക് വരാനുള്ള ഇതുള്ളൂ. ഇതിന് മുകളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ലാത്തതാണ്. ഇവിടുന്ന് നമുക്കൊക്കെ മടങ്ങണം. അപ്പോൾ ഇതാണ്, എല്ലാവരും തിരിച്ചു പോകുന്നവരാണ്. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരെയും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.